ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർ ആൻഡ് ബി ബ്ലോഗ്സ്. ഇന്ന് നമുക്ക് നല്ല അടപ്രഥമ പായസം ഉണ്ടാക്കിയാലോ. വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് പാലടയുടെ പായസം മിക്സ് ആട്ടോ. അപ്പോൾ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കൊത്തി ഞുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം തേങ്ങാക്കൊത്തൊരു കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അത് രണ്ടും ഇളക്കി ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് അണ്ടിപ്പരിപ്പ് മാറുമ്പോഴത്തേക്കും അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്ക മുന്തിരിയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു വറുത്തൊരു പരുവാകുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമ്മളിത് ഈ വറുത്ത എണ്ണയിലേക്ക് തന്നെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര എന്തിനാണെന്ന് വെച്ചാൽ അത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡാക്കുന്നുണ്ട്. വെള്ളം ആഡാക്കിയിട്ട് അത് ഉടച്ചുടച്ച് തവി വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ചൂടാകുമ്പോഴത്തേക്കും ഓൾറെഡി അത് മെൽറ്റായി തന്നെ വന്നോളും. ഒരു മെൽറ്റായിട്ടൊരു ചെറിയ തിക്നെസ്സോടെ വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് 2 പായസം കിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 കവർ പാല് ഞാൻ എടുക്കുന്നുണ്ട്. അതായത് 1/2 ലിറ്ററിൻ്റെ പാലാണ്. അത് കഴിയുമ്പോൾ നമുക്ക് പാലൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതിരിക്കാനാട്ടോ. അപ്പോൾ ആവശ്യമുള്ള വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം കുറച്ച് ടേസ്റ്റ് എടുത്ത് നിന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾക്ക് പാല് കിട്ടുമെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കാതെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പായസം മിക്സ് ഇട്ട് ഒരു 10-20 മിനിറ്റ് മേളിൽ നമ്മൾ എടുക്കും കേട്ടോ. അതൊന്ന് വെന്ത് ഒരു പരുവാകാൻ. ഒത്തിരി ഒന്നും വെന്ത് പോകല്ലേ. ഒരുപാട് വേവ് കൂടിയാലും അതിൻ്റെ ടേസ്റ്റ് പോകും. ഒരു ചെറിയ ഒരു ഇതായിട്ട് കടിക്കുന്ന പോലെ നിൽക്കണേ. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി എടുത്ത് കൊടുക്കണേ, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളിതിലേക്കൊരു കുറച്ച് നെയ്യ് ഇതിന് മണ്ടയ്ക്കൊരു മിക്സാക്കി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടാണേ. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി കിട്ടുമെങ്കിൽ അതും കൂടി ഒരു കുറച്ച് ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരിക്കും. അതിനുശേഷം ഇത് വെന്ത് ഒരു പരുവായിട്ട് കുറുകി കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും ആ ഒരു നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തതിൻ്റെ നിറവും കൂടി കയറി വരും കേട്ടോ. അങ്ങനെ കളറെല്ലാം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ വറുത്ത് ഇട്ട് വെച്ചിരിക്കുന്ന സാധനമെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ഉപ്പ് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ലേശം മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറക്കാതെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.